നമ്മളൊന്നും ഒട്ടും പെയിൻ്റ് ഒന്നും യൂസ് ചെയ്യാതെ സോഡാ കുപ്പിയുടെ അടുപ്പ് വെച്ചിട്ട് ഒരു ക്രാഫ്റ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതേ നമ്മുടെ വീഡിയോയിൽ ഇൻട്രോയിൽ കണ്ടല്ലോ അല്ലേ, നമുക്ക് മുറ്റത്തുനിന്ന് കിട്ടിയതാണ് മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിൻ്റെ ക്യാപ്പാണ് കേട്ടോ. അപ്പോൾ ഇതിനെന്താ പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. ആ ഒരു സംഭവം ഞാൻ അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ബാംബൂ സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. ഇതൊരു റിച്ച് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് എടുത്തതാണ്. അലങ്കാരികമായിട്ട് കിടക്കട്ടെ. പിന്നെ ഇതിന് പകരം നിങ്ങൾക്ക് ഈർക്കിലെടുക്കാവുന്നതാണ്. ഒരേ വലിപ്പത്തിൽ 4 കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് ഈ ഒരു ബാംബൂ സ്റ്റിക്ക് കേട്ടോ. ഇനി ഇത് അതിൻ്റെ മുകളിൽ കുറച്ച് ഹോട്ട് ഗ്ലൂ ആക്കിയിട്ട് നമ്മുടെ സോഡാ കുപ്പിയുടെ അടുപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുപാട് നാളുകൾക്ക് മുമ്പ് ഞാനിതുപോലെ ഒരു ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സോഡാ കുപ്പിയുടെ അടുപ്പ് വെച്ചിട്ട് തന്നെ. അപ്പോൾ അതായത് 4 സ്റ്റിക്കും ഇതുപോലെ നമ്മുടെ സോഡാ കുപ്പിയുടെ അടുപ്പിലേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും നമ്മൾ എന്താണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അതന്നെ ചെയർ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഇനി ഇതിന് മുകളിൽ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത ശേഷം നമ്മുടെ മിൽക്ക് മെയ്ഡിൻ്റെ ടിന്നിന്ന് അടർത്തിയെടുത്തിട്ടുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, എന്തായാലും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അറിയുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അതാ ഇതിന് മുകളിൽ ആ ലിഡൂടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ സംഭവം. നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ഒരു കുഞ്ഞ് ചെയറാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇനി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പെയിൻ്റ് ഒക്കെ അടിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് റിച്ച് ആക്കി എടുക്കാം കേട്ടോ. ഈ പെയിൻറ്റ് വെച്ചിട്ടുള്ള പണി എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ അതിനൊന്നും തുനിയണില്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. ഇനി മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ, താങ്ക് യു.